നിക്കണ്ട, കഴിച്ചോളാം. എന്താ വക്കീലേ, മുഖ്യമന്ത്രിയെ കണ്ടോ? ഓ, എല്ലാം സംസാരിച്ചോ? വിശദമായിട്ട് സംസാരിച്ചു. ആ രാജശേഖരനാണ് എല്ലാം തരാക്കി തന്നത്. ഓഹോ, അവനിപ്പോ വലിയ അബ്കാരി കോൺട്രാക്ടറാണല്ലോ. വക്കീലേ, തനിക്ക് ഓർമ്മയുണ്ടോ അവന്റെ അച്ഛൻ? ഹൈ, എന്താ കൊശവന്റെ പേര്? ആ, കണ്ടൻ. അവനിവിടത്തെ തണ്ടാനായിരുന്നു. ഓഹോ, ഓർമ്മയുണ്ടോ എനിക്ക്? ഉണ്ടേ. അതുപോരാ, നോം ഇപ്പോഴും അത് ഓർക്കുന്നുണ്ടെന്ന് ആ രാജശേഖരൻ അറിയുകയും വേണം. പണത്തിന്റെ ഹുങ്ങുമൂത്ത് തലയിൽ കയറുന്നല്ലോ, ഒരു ചെറിയ കൊട്ട്, അത് വേണ്ടപ്പോ മാത്രം. ഇന്ന് എപ്പോഴെങ്കിലും എല്ലാവരും കൂടി ഇവിടെ എത്തും. വിവരം പരമ രഹസ്യമായിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. നാം ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ അവൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞല്ലോ. കൊള്ളാം, അവന് രാജഭക്തി തീരെ അങ്ങനെ പോയിട്ടില്ല എന്നർത്ഥം. അടിയനും അത് തന്നെയാ തോന്നുന്നത്. താൻ പോണോ കൊശവൻ വക്കീലെ, മുഖ്യൻ കള്ളനാ. അതുകൊണ്ടാ നോം വിളിക്കുമ്പോഴേ ഓടി വരുന്നത്. ആ, നമ്മുടെ കിരീടമല്ലേ പോയിട്ടുള്ളൂ, പ്രതാപം പോയിട്ടില്ലല്ലോ. നോമാണോ അവനാണോ മുന്തിയ കള്ളനെന്ന് ഇന്നറിയാം. എന്തൊക്കെയുണ്ട് വക്കീലെ? കേസുകളൊക്കെ മുറക്കി തോക്കുന്നുണ്ടല്ലോ ഇല്ലേ? ഉണ്ടേ, ഇല്ലേ, ഇടയ്ക്കൊക്കെ ജയിക്കുന്നുണ്ട്. ആ, അത് എതിർകക്ഷിക്കാര്. വിശന്നിട്ട് വയ്യ, ഇരിക്കടാ. ഇരുന്നോളൂ. മഹീന്ദ്ര, നിന്റെ അമ്മാവനോടെ? ആവോ, എനിക്കറിയില്ല. ആരോപണി എവിടെ വക്കീലെ? വിളിക്കുക. പയറ്റ് കളറി കാണും. ഇപ്പൊ വിളിച്ചാ വരില്ല, അങ്കക്കലി കൊണ്ട് നിക്കാവും. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഇനി പയറ്റ് തുടങ്ങാം. നീ വരൂ. നീ വന്നത് നന്നായി, അല്ലെങ്കിൽ ഞാൻ ഇവന്റെ തല പോയി തന്നെ അങ്കക്കലി കൊണ്ടുപോയി. മിടുക്കൻ, നന്നായി പയറ്റുന്നുണ്ടല്ലോ. അത് പിന്നെ എന്റെ ശിഷ്യനല്ലേ. ചുമ്മാ ഇരുടെ. എവിടെ പഠിച്ചത്? തുളുനാട്ടില്. ഇവിടെ വന്നിട്ട് 2 ദിവസമായുള്ളൂ. ആ, അത് പറ. അതല്ലേ എന്റെ പൊന്നനിയ, സ്നേഹം കൊണ്ട് പറയാ, അധിക ദിവസം ഇവിടെ നിൽക്കരുത്. ഇപ്പൊ അനിയ നന്നായി പയറ്റുന്നുണ്ടല്ലോ, അതൊക്കെ പോവും, നാശമാവും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, പോണതിന് മുമ്പ് 5-6 നല്ല ചോറ് അമ്മാവനെ പഠിപ്പിച്ചിട്ടോ. ഒന്ന് പഠിക്കേ, ബുദ്ധിമുട്ടില്ല, വളരെ എളുപ്പമാ. ആ, ഞാൻ പോട്ടെ. ശരി. തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവാ. ഇന്നിറങ്ങിക്കോണം ഈ അങ്കത്തട്ടിന്ന്, ഈ കൊട്ടാര വളപ്പിന്ന്, ഈ ടെറിട്ടറിന്ന്. എന്റെ അമ്മക്ക് ഞാൻ കാരണം ജയം വൈകിയോ? ഇല്ല. വരുന്ന തെരഞ്ഞെടുപ്പിന് നിങ്ങളുടെ പാർട്ടി മത്സരിക്കുന്നുണ്ടോ? ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയൊന്നും ആയിട്ടില്ല.
ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ. പൗരബോധം പഠിപ്പിക്കുക, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഞങ്ങൾ ഇലക്ഷന് നിന്നാൽ കുറഞ്ഞപക്ഷം ഗിരിവർഗ കോളനികളിലെങ്കിലും ഭൂരിപക്ഷം കിട്ടും. സ്വന്തം അവകാശങ്ങൾ എന്തെന്ന് അറിഞ്ഞൂടാത്ത ഒരു സമൂഹത്തോട് വോട്ട് ചോദിക്കുക. ഇറ്റ്സ് എ സോഷ്യൽ ചീറ്റിംഗ്. നമുക്ക് കൂടുതൽ അറിവും വിവേകവും ഉണ്ടാകുമ്പോൾ നല്ല ഭരണം താനേ വന്നോളും. അതിന് വിപ്ലവത്തിന്റെ ഒന്നും ആവശ്യമില്ല. അതാണ് പുതിയ തിയറി. ആരുടെ തിയറി? എന്റെ അല്ല, സായിപ്പിന്റെ. ഒന്നാലോചിച്ചാൽ നാണക്കേടാ. നമ്മുടെ കാട്ടിയാദിക്കാരെ നന്നാക്കാൻ ഫോറിൻ പ്രത്യേക ശാസ്ത്രം. എന്നെ വിളിക്കുന്നില്ലേ? വിളിക്കാം, സമയമാവട്ടെ. ഒരു സ്കൂളും വെൽഫെയർ സെന്ററും ഒക്കെ തുടങ്ങണമെന്നുണ്ട്. ഫൈനാൻസ് ആണ് പ്രധാന പ്രശ്നം. ഇത് ഞങ്ങളുടെ ഒരു പ്രവർത്തകനാണ്, രാജു. വീട്ടിൽ പോയിരുന്നു അല്ലേ? ആ, അവിടുന്ന് രാവിലെ ഇറങ്ങിയെന്ന് പറഞ്ഞു. ഇടയ്ക്ക് ഞാനൊന്ന് കറങ്ങി. അത് മനസ്സിലായി. ഇത് ലക്ഷ്മി. ഹലോ. ഹലോ. ഞാൻ പോട്ടെ. ആ, വരട്ടെ. ഹലോ ലക്ഷ്മി. മഹി എന്ന് വന്നു. ഇന്നലെ. ഇതെന്റെ ഫ്രണ്ടാണ് ബാബു. ആ. ഇത് ലക്ഷ്മി. ഞങ്ങള് ക്ലാസ്മേറ്റ്സ് ആണ്. അതായത് ആദ്യം ഞാൻ സീനിയർ, ലക്ഷ്മി എന്റെ ജൂനിയർ, പിന്നെ ഞങ്ങൾ ഒരു ക്ലാസ്സില്, പിന്നെ ലക്ഷ്മി എന്റെ സീനിയർ. ഒരു സൂപ്രണ്ട് ആവശ്യം ഞാൻ ഇറക്കാം. വേണ്ട, ഇപ്പൊ ബസ് വരും. അയ്യോ, അതിലും എത്രയോ സുഖം ഇത്. കേറുന്നേ. ഒരു കൂട്ടുകാരി വരാനുണ്ട്. മഹി BA ജയിച്ചോ? ഇല്ല, പഠിച്ചോണ്ടിരിക്കുക. കറസ്പോണ്ടൻസ് കോഴ്സ് അല്ലേ? ഏതാ യൂണിവേഴ്സിറ്റി? ബറോഡ യൂണിവേഴ്സിറ്റി. അതിനാ സിറ്റി താമസിക്കുന്നേ. അതെ, പോട്ടെ. ആ. മാനം പോയല്ലോടാ. അവൾ എന്നെ കളിയാക്കാൻ തന്നെ ചോദിച്ചാ അല്ലടാ? അതെ അതെ. അല്ലല്ലയാ, എന്താ നിന്റെ ഡയലോഗിൽ ഒരു സോഫ്റ്റ് കോർണർ, ഒരു ശൃംഗാരം? പ്രേമം അവക്കോ? അല്ല, എനിക്ക്. അപ്പൊ അവളോ? അവള് പ്രേമിക്കും, ഇല്ലെങ്കിൽ പ്രേമിപ്പിക്കും. എവിടെ? അടിച്ചും നിന്നായിരുന്നു ആ ഒറ്റ. ഒന്ന് തുറക്കുന്നേ. ഇപ്പൊ തുറന്നല്ലോ അല്ലേ? അണ്ണാ, അണ്ണന്റെ വാച്ച്മാനൊരു മോശം. രാവിലെ മുതൽ ഞങ്ങളിവിടെ നിൽക്കുക. എന്നാ ഗേറ്റ് ഒന്ന് തുറന്നു തരാൻ പറഞ്ഞു, തുറന്നില്ല. എന്നാ ഈ 2 ദോശയും ചായയും പുറത്തേക്ക് തരാൻ പറഞ്ഞു, അതും തന്നില്ല. കാഞ്ഞ വയറാ. നിനക്കൊക്കെ വെച്ച് വിളമ്പി തരാൻ ഇതെന്തോ കൊട്ടാരം വക ഊട്ടുവരെയോ? അപ്പോ അണ്ണൻ വലിയ രാജാവാണെന്ന് പറയുന്നതോ? ഡാടാ, കൂടുതൽ സോപ്പും വേലയൊന്നും വേണ്ട. വന്ന കാര്യം എനിക്ക് മനസ്സിലായി. കോളേജ് ഇലക്ഷൻ നടന്നു, പതിവ് പോലെ നിങ്ങൾ തോറ്റു. ഇന്ന് യൂണിയൻ ഉദ്ഘാടനമാണ്. അത് കല്ലെറിഞ്ഞ് കലക്കണം അല്ലേ? അതെ. അയ്യടാ, ഞാനില്ല. ഞാനിതൊക്കെ നിർത്തിയിരിക്കുക. ഇവനോട് ചോദിക്കേ, അച്ഛൻ തമ്പുരാൻ ഇന്ന് രാവിലെ എന്തോ പറഞ്ഞേ? പിന്നെ ഒരു അലമ്പിലും ചെന്ന് പെടരുത്, പുണ്യാളനായി ജീവിച്ചോണം, എന്തോ പാര വരുന്നുണ്ടെന്ന് കേട്ടോ? ഞാൻ രാവിലെ കുളിച്ചു തൊഴുത് പുണ്യാളനായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. ദയവ് ഇതെന്നെ പിഴയാക്കരുത് പ്ലീസ്. ഇത് റിക്വസ്റ്റാ. ഇവിടെ നിറഞ്ഞില്ലെങ്കിലും ഒന്ന് ലീഡ് ചെയ്ത് തന്നാ മതി. ജസ്റ്റ് എ മോറൽ സപ്പോർട്ട്. അത് തന്നെയുമല്ല, മുഖ്യമന്ത്രി എറിയാൻ കിട്ടുന്ന ഒരു സുവർണാവസരമാണിത്. ഇവിടുന്ന് എറിയുന്നത് കാണാൻ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പെണ്ണുങ്ങളെല്ലാം കാണും. സുധർമ്മ, മേരി ജോൺ, നമ്മുടെ ജെസി.